നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. യുഎഇയിലെ കൊറോണ ബാധയുടെ ആദ്യ നാളുകളിൽ വാർത്തകളിൽ നിറഞ്ഞ നൈഫ് ഇപ്പോൾ തിരക്കിലേക്ക്. ദുബായിലെ ദേര നൈഫ് മലയാളികൾക്ക് വളരെ പരിചിതമാണ്. ദുബായിലെ ദേര നൈഫിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ ഒട്ടുമിക്കവർക്കും രോഗം സ്ഥിരീകരിച്ചു. അങ്ങനെ കോവിഡ് ബാധയെ തുടർന്ന് ആദ്യം പൊട്ടിയടക്കപ്പെട്ട നൈഫ് മേഖല കൂടുതൽ സജീവമായി രംഗത്തെത്തിയിരിക്കുന്നു. നിയന്ത്രണങ്ങളെല്ലാം നീങ്ങിയതോടെ ഇവിടെ വീണ്ടും ആളുകൾ തിങ്ങി ഞെരുങ്ങി തുടങ്ങി. രാത്രി കച്ചവടവും ഉഷാറായിരിക്കുകയാണ്. ഏതാനും നാളുകൾ കൊണ്ട് പഴയ ജീവിതം താളത്തിലേക്ക് എത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാപനങ്ങളും ഒട്ടുമിക്ക പ്രവാസികളും. 12,000-ലധികം ബിസിനസ് ലൈസൻസുകൾ ഉള്ളതായി ദുബായ് ഇക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുകയും ചെയ്തു. 1963 മുതലുള്ളതാണ് മിക്ക കമ്പനികളും. ആകെ 12,478 ലൈസൻസുകൾ ഇവിടെ നൽകിയിട്ടുണ്ടെന്നും അതിൽ 10,702 എണ്ണം വാണിജ്യപരമാണെന്നും അധികൃതർ വ്യക്തമാക്കി. 1,578 എണ്ണം പ്രൊഫഷണലും ബാക്കി ടൂറിസ്റ്റ് വ്യവസായ ലൈസൻസുകളുമാണ് ഇവിടെയുള്ളത്. 1963 വെറും 69 ലൈസൻസ് ഉണ്ടായിരുന്ന സ്ഥാനത്താണ് അരനൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഇത്രയധികം വളർച്ച ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. തുറമുഖം, എയർപോർട്ട്, അബ്ര തുടങ്ങി വ്യാപാരത്തെ സഹായിക്കുന്ന ഘടകങ്ങളുടെ സാമീപ്യമാണ് ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണമായി നിൽക്കുന്നത്. മേഖലയിൽ ഇപ്പോഴും സജീവമായ കമ്പനികൾക്ക് 49,718 ഉടമകളാണ് ഉള്ളത്. മലയാളികളുടെ ഏറെ സ്ഥാപനങ്ങളുള്ള സ്ഥലം കൂടിയാണ് നൈഫ്. വടക്കൻ കേരളവുമായി ആത്മബന്ധം പുലർത്തുന്ന സ്ഥലമാണ് നൈഫ്. ദുബായിലെ ഏറ്റവും പുരാതനമായ നൈഫ് സൂക്കിൽ ഏതാണ്ട് 100ഓളം കടകളാണ് ഉള്ളത്. തുണിത്തരങ്ങളും സുഗന്ധദ്രവ്യങ്ങളും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുമെല്ലാം വിൽക്കുന്ന കടകളാണ് ഈ സൂക്കുകളിൽ ഉള്ളത്. ദുബായിൽ ഏതാണ്ട് 200 രാജ്യങ്ങളിലെ പൗരന്മാരാണുള്ളതെങ്കിൽ അവരിൽ ഭൂരിഭാഗം രാജ്യക്കാരുടെയും സാന്നിധ്യം നൈഫിലും പരിസരങ്ങളിലുമുണ്ട്. ദുബായിയുടെ പൗരാണിക തുടിപ്പുകളും നൈഫിൽ കാണാവുന്നതാണ്. അങ്ങനെ കൊറോണ വ്യാപനത്തിന്റെ ദുരിതങ്ങൾ പിന്നിട്ട നൈഫ് വീണ്ടും സജീവമായിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.